ഇത്ത ഞങ്ങൾ മത്സരത്തിനുണ്ട്. ഇത്ത പറഞ്ഞ 5 മോഡലിൽ ഓക്കെയാണ്, പക്ഷെ അത് പ്ലീറ്റഡ് നൈറ്റി ഒന്ന് ഒഴിവാക്കാൻ പറ്റുമോ? ഞങ്ങൾ ഒരുപാട് വീഡിയോസുകൾ കണ്ട്, പക്ഷെ അതൊന്നും പ്ലീറ്റഡ് നൈറ്റിൻ്റെ റെഡി ആവണില്ല. അപ്പോൾ പ്ലീറ്റഡ് നൈറ്റി ആവും വേണം എന്നാൽ അതൊരു വേറെ മോഡലിൽ, അത് ഭയങ്കര ടഫായിട്ട് തോന്നുന്നവർക്കുള്ള ഒരു സിമ്പിൾ വീഡിയോ ആണിട്ടത്. നമ്മൾ ഏതൊരു നാട്ടിൽ പോയാലും അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു കട എടുത്താൽ അവിടുത്തെ ഒരു കോമൺ ആയിട്ടുള്ള ഒരു ഐറ്റം ഉണ്ടാവും. അതുപോലെ തന്നെ എൻ്റെ അടുത്ത് നിന്ന് കൂടുതൽ ചിലവായി പോകുന്ന ഒരു ഐറ്റമാണിത്. ഒരുവിധം മിത്തന്മാർക്കൊന്നും കൈ കിട്ടാഞ്ഞിട്ട് പ്ലീറ്റഡ് നൈറ്റി ഇടാൻ ഇഷ്ടമാണ്, പക്ഷേ കൈ കിട്ടാത്തതുകൊണ്ട് ഇടാറില്ല. അടിക്കൂലിയൊക്കെ ആക്കി തുണിയൊക്കെ എടുത്തതാക്കണം, പക്ഷേ പകലിടാൻ പറ്റൂല അങ്ങനെയൊക്കെ പറഞ്ഞ് ചിലർ പൂതിയായിട്ട് രാത്രി ഇടാനൊക്കെ എടുക്കണമല്ലുണ്ട്. എന്തായാലും ഈ ഒരു രീതിയിലുള്ള പ്ലീറ്റഡ് നൈറ്റി നമ്മൾ സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മിത്തന്മാർക്കൊക്കെ അത്യാവശ്യത്തിന് കൈയൊക്കെ കിട്ടും. അപ്പോൾ ഞാൻ പറയുന്നത് പോലെ ഒന്ന് ഫോളോ ചെയ്ത് പോവുക. ഇപ്പോൾ പെട്ടെന്നൊരു ഓർഡർ കിട്ടിയപ്പോൾ പെട്ടെന്ന് അടിക്കരുത്, അതിൻ്റെ ഇടയിലാണ് ഒരാൾ വിളിച്ചിട്ട് ഇങ്ങനെ പ്ലീറ്റഡ് നൈറ്റിൻ്റെ കാര്യം പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് ഇതിൽ കട്ടിംഗ് ആണ്, നാളത്തെ വീഡിയോയിൽ സ്റ്റിച്ചിങ് ഉൾപ്പെടുത്താം കേട്ടോ. കുറച്ച് മുന്നേ കാണിച്ച പോലെ 4 സാധാ രീതിയിൽ മടക്കുന്ന പോലെ തന്നെയാണ് ഇത് വെക്കേണ്ടത്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ആദ്യം ഇതിന് കൈയിൻ്റെ ഭാഗമാണ് അടയാളപ്പെടുത്തേണ്ടത്. ഒരു ആവറേജ് ഉള്ള ഒരാൾക്ക് ഒരു എക്സലിലാണ് ഇട്ടത് സ്റ്റിച്ച് ചെയ്യേണ്ടത്. കൈയിൻ്റെ നീളം 7 എടുക്കുക, കക്ഷത്തിൻ്റെ ഭാഗത്തേക്ക് 9 എടുക്കുക. അതുപോലെ നമ്മുടെ കൈയിൻ്റെ ആ ഭാഗത്തേക്ക് ഒരു 8 അടയാളപ്പെടുത്തിയിട്ട് ആദ്യം നമ്മൾ കൈയാണ് ഇതിന് കട്ട് ചെയ്തിട്ട് ഒഴിവാക്കുന്നത്. നമ്മൾ ഒരു നൈറ്റി അടിക്കുമ്പോൾ സാധാരണ വെക്കുന്ന പോലെ തന്നെ 4 മടക്കിയിട്ട് തന്നെയാണ് തുണി വെക്കേണ്ടത്. ഇതിപ്പോൾ നമ്മുടെ ഷോൾഡറിൻ്റെ ഈ ഭാഗം അപ്പോൾ ഒരു 10 നമുക്ക് ബാക്കി കിട്ടണം. ഇതാ കണ്ടോ, കറക്റ്റ് 10 കിട്ടിയിട്ടുണ്ട്. 7 ഇഞ്ച് അതിൽ നിന്ന് നമ്മൾ കട്ട് ചെയ്തിട്ട് കയ്യിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബിറ്റിനെ 2 ആക്കിയിട്ട് മാറ്റിയെടുക്കാം. ഇനി രണ്ടും തീരെ കൈ വേണ്ടാത്ത ചേച്ചിമാർക്കൊക്കെയാണ്, അല്ലെങ്കിൽ ഇത്തമാർക്കൊക്കെ നൈറ്റി യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇതാണെന്നുണ്ടെങ്കിൽ കൈ വേണ്ട 2 ഭാഗത്തും പ്ലീറ്റ് കൊടുക്കാം. ഇതൊരു ഇത്താക്ക് കൈയും കൂടെ വേണം, ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാനാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഈ രീതിയിൽ അടിക്കുന്നത് എനിക്ക് ഒരുപാട് ചിലവായി പോകാറുള്ള ഈ രീതിയിൽ സ്റ്റിച്ച് ചെയ്യുമ്പോഴാണ്. ഒരുവിധം തടിയുള്ളവർക്കൊക്കെ തടി അറിയാതിരിക്കാനൊക്കെ നല്ലതാണ്. ഞാനിപ്പോൾ 2 പീസാക്കി മാറ്റിയിട്ട്, ഇത് ബാക്ക് പീസാണ് കേട്ടോ, ഇതിൽ നിന്നാണ് നമുക്ക് കൈ കിട്ടുക. ഫ്രണ്ട് പീസ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. നമ്മൾ ഈ കക്ഷത്തിന് ഈ ഭാഗത്ത് എന്ത് ചെയ്യുക, ഒരു 13 അടയാളപ്പെടുത്തുക. ഇതൊരു എക്സലുള്ള മോഡലിലാണ് ഇത് തയ്ക്കുന്നത്. ഡബിൾ എക്സലാണെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് കൈ കിട്ടൂല, നമ്മൾ 60 സൈസ് എടുത്തിട്ട് അടിഭാഗത്തുനിന്ന് കൈ എടുക്കേണ്ടി വരും. ഇത് എക്സലാണ്, അതുകൊണ്ട് 13 എന്ത് ചെയ്യുക, നമ്മുടെ ഈ ഷേപ്പിൻ്റെ ഭാഗത്ത് 13 അടയാളപ്പെടുത്തുക. എന്നിട്ട് അതങ്ങനെ താഴത്തോട്ട് നീട്ടിയെടുക്കുക. ഒരു അത്യാവശ്യം പീസ് എടുത്താൽ മതി, ഒരുപാട് അങ്ങ് നമ്മൾ കൈ കൂടുതൽ കിട്ടണം എന്ന് വിചാരിച്ചിട്ട് ഒരുപാട് എടുക്കരുത്. സംഭവം നല്ല റണ്ണിങ് ആവും, ഈസി ആയിട്ടും അടിക്കുക. ഇനി പ്ലീറ്റഡ് സാധാ രീതിയിലുള്ള പ്ലീറ്റഡ് നൈറ്റിൻ്റെ വീഡിയോ ഞാൻ വേറെ ഇടാട്ടോ, അത് എടുത്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ അത് ആ ഫോണൊന്ന് വെള്ളത്തിൽ വീണിട്ട് ചെറിയൊരു കംപ്ലൈൻ്റ് ആയി, റെഡിയാക്കാൻ കൊടുത്തിട്ടുണ്ട്. അത് കിട്ടിയിട്ട് വേണം ആ വീഡിയോ ഇടാൻ. തൽക്കാലം ഇപ്പോൾ നിങ്ങൾ ഇതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യുക. ഈ ഒരു രീതിയിൽ നിങ്ങളൊന്ന് സ്റ്റിച്ച് ചെയ്ത് നോക്ക്, നിങ്ങളെ കസ്റ്റമേഴ്സിന് എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ ഇത് ബാക്ക് നെക്ക് നമ്മൾ എന്ത് ചെയ്യുക, സാധാ രീതിയിൽ ആ 2.5 രീതിയിൽ വീതിയും നീളവും 2.5 തന്നെ എടുത്താൽ മതി. പ്ലീറ്റ് ആകുമ്പോൾ കൂടുതൽ കഴുത്തിറങ്ങാത്തതാണ് ഭംഗി. ഇനി കൂടുതൽ കഴുത്തിറങ്ങേണ്ടവർക്ക് ആ രീതിയിൽ ചെയ്യുകയും ചെയ്യാം. ഇവിടെ എനിക്കൊരു കാന്താരി ഉണ്ട്, ഒരു അംഗനവാടിക്കാരി. ചോക്ക് കണ്ടാൽ ഓള് വെച്ചേക്കൂല, എപ്പോൾ ചോക്ക് ഞാൻ ഷെൽഫിൽ എടുത്ത് വെക്കാറാണ് പതിവ്. പക്ഷേ ഇന്നിപ്പോൾ ഇത് നോക്കിയപ്പോഴാണ് കിട്ടിയത്. ഓക്ക് പിന്നെ വീട് മുഴുവോള ബോർഡാണ്, കാണുന്നോടത്തൊക്കെ ഓള് വരച്ചിടും. ഇതിപ്പോൾ ഷോൾഡർ ഒരുപാടുണ്ടാവും നമ്മൾ ആ രീതിയിൽ ഇതാക്കിയതുകൊണ്ട്. അപ്പം എന്ത് ചെയ്യുക, ഷോൾഡർ നമ്മുടെ സാധാ രീതിയിലുള്ള ഒരു 6 എടുക്കുക. ഇനി തയ്യൽ തുമ്പും കൂടെ എടുത്തിട്ടാണ് 6, നമുക്ക് 5 മതി. കഴുത്തിൻ്റെ ഭാഗത്തേക്കും അതുപോലെ തന്നെ ഷോൾഡറിൻ്റെ ഭാഗത്തേക്കും 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ആക്കിയിട്ട് കട്ട് ചെയ്ത് വെക്കുക. ഇപ്പോൾ ബാക്ക് പീസിൻ്റെ പരിപാടി കഴിഞ്ഞ് ഇനി നമുക്ക് ഫ്രണ്ട് പീസിൻ്റെ കാര്യങ്ങളാണ് നോക്കാനുള്ളത്. അതിലാണ് കാര്യമായിട്ട് ശ്രദ്ധിക്കാനുള്ളതും. ബാക്ക് പീസ് അല്ലെങ്കിലും നമുക്ക് സിമ്പിളാണ്. ഈ ഒരു വീഡിയോയിൽ കട്ടിങ് മാത്രമാണ് കാണിക്കേണ്ടത്, സ്റ്റിച്ചിങ് നാളെ കാണിക്കാം കേട്ടോ. പിന്നെ ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇത് അടിഭാഗം വരെ അങ്ങ് കട്ട് ചെയ്തിട്ട് ഇട്ടാൽ മാത്രം മതി.
ഈ ഒരു പീസാണ് നമ്മൾ കൈക്ക് വേണ്ടിയിട്ട് എടുക്കുന്നത്. അപ്പം ഇങ്ങനെ ആക്കുമ്പോൾ നമ്മൾ സാധാരണ നമ്മൾ പ്ലീറ്റഡ് നൈറ്റീസ് ഒരു ഷേപ്പ് ഉണ്ടാവില്ല, പക്ഷേ ഇത് നമുക്ക് ഷേപ്പിലൊക്കെ കിട്ടും. രണ്ട് ഭാഗത്തും കൂടെ പ്ലീറ്റ് ആകുമ്പോൾ തടിയുള്ളവർക്കൊക്കെ ഒന്നും കൂടെ വണ്ണം വെച്ചൊക്കെ തോന്നും, പക്ഷേ ഈ ഒരു രീതിയിലാവുമ്പോൾ അതുണ്ടാവില്ല. അപ്പോൾ നമ്മളിതിൽ എന്ത് ചെയ്യുക, 6 ഷോൾഡർ അടയാളപ്പെടുത്തിയിടുക. ഇത് ഫ്രണ്ട് പീസാണ് കേട്ടോ. ഷോൾഡർ ഒരു 6 ഇവിടെ അടയാളപ്പെടുത്തിയിടുക. 4 കേട്ടോ അടയാളപ്പെടുത്തേണ്ടത് ഷോൾഡർ. അതിനുശേഷം നമ്മൾ ആ 4 അടയാളപ്പെടുത്തിയതിൽ നിന്ന് താഴത്തോട്ട് നമ്മളൊരു 10 അടയാളപ്പെടുത്തുക അടിഭാഗത്തേക്ക്. നമ്മൾ ഒരുപാട് ആലോചിക്കാനൊന്നുമില്ല, 10 അടയാളപ്പെടുത്തുക. ഇനി അതുപോലെ ഇങ്ങോട്ട് വീതിയിലും നോക്കുക 10. ഒരേ ഭാഗം തന്നെ അടയാളപ്പെടുത്തി വെക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടായാൽ പിന്നെ പീസ് വെക്കാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് പറ്റുന്നതും ഒരു സ്കെയിൽ വെച്ചിട്ട് ചെയ്യാം. ഫസ്റ്റായിട്ടൊക്കെ ചെയ്യണമല്ലാവുമ്പോൾ ഉണ്ടാവും. ഇപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഇത് 9 ആയിട്ടുള്ളൂ, 10 ഒന്നും കൂടെ താഴോട്ടാണ്. നമ്മൾ കുറച്ച് ചെരിച്ചിട്ട് ഒരു കോണാകൃതിയിൽ വെച്ചിട്ട് വേണം കട്ട് ചെയ്യാനായിട്ട്. ഈ ഒരു പീസ് നമ്മളിവിടെ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഇവിടുന്ന് എക്സ്ട്രാ വേറെ പകുതി ഭാഗം കട്ട് ചെയ്യുന്നൊന്നുമില്ല കേട്ടോ ഈ ഒരു പ്ലീറ്റഡ് നൈറ്റിക്ക്. കഴുത്തിൻ്റെ ഭാഗം കുറച്ച് വലുതായിട്ട് കട്ട് ചെയ്തെടുത്താൽ മാത്രം മതി. ഇതൊരു വേറെ രീതിയിലാണ് നമ്മൾ കട്ട്. ഇനി വേണമെങ്കിൽ നമുക്ക് നമ്മൾ ഈ കട്ട് ചെയ്ത് ഒഴിവാക്കുന്ന ഈ ഒരു പീസ് വെച്ചിട്ട് തന്നെ എന്ത് ചെയ്യുക, ഒരു 1.5 ഇഞ്ച് ചെരിച്ചിട്ട് വേണം വെക്കാനായിട്ട്. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതിങ്ങനെ ഈ ഒരു പീസ് വെച്ചിട്ട് തന്നെ ചെയ്ത് കൊടുക്കുക. പക്ഷെ അപ്പോൾ അതിൻ്റെ ഒരു പ്ലീറ്റിൻ്റെ ഒരു ഭംഗി കിട്ടില്ല. അതുകൊണ്ട് ഞാനൊരു ബ്ലാക്ക് പീസാണ് എടുത്തിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന് നിങ്ങളുടെ തുണിക്ക് മാച്ച് ചെയ്യുന്ന 3 പീസ് നൈറ്റി പോലെ തന്നെ ഏത് കളറും മാച്ച് ചെയ്യണ ഇത് യൂസ് ചെയ്യാം. ഇനി കൈഭാഗത്തേക്ക് പാകാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തിനും ഈ ഉയർന്ന് നിൽക്കുന്ന ഈ ഭാഗം എന്ത് ചെയ്യുക, ഒരു 4 ഇഞ്ച് അടിഭാഗത്തേക്ക് ക്രോസ് ആക്കി കൊടുത്തിട്ട് 4 ഇഞ്ച് കണക്കാക്കുക. അതിൽ കൂടുതലായാലും നമുക്ക് അതിൽ കുറഞ്ഞു പോവും. അങ്ങനെ കട്ട് ചെയ്തെടുക്കുക. ആ ഒരു ഭാഗം മാത്രം കട്ട് ചെയ്യാൻ പാടുള്ളൂ, ബാക്കിയുള്ള പീസ് കട്ട് ചെയ്യാൻ പാടില്ല. അപ്പോൾ നമുക്ക് പ്ലീറ്റിന് ഉണ്ടാവില്ല. ഇതെല്ലാം അതിൻ്റെ ഷേപ്പിൽ അങ്ങനെ പോവും. അപ്പോൾ അതാ ഇത്ര കാര്യങ്ങളെ കാര്യമായിട്ട് ശ്രദ്ധിക്കാനുള്ളൂ. ഇനി നമുക്ക് ഫ്രണ്ട് നെക്കിന് വേണ്ടിയിട്ടുള്ള പീസ് യോജിപ്പിക്കാം. ഞാനിങ്ങനെ ഒരു ബ്ലാക്കാണ് എടുത്തിട്ടുള്ളത്. ഇത് 2 പീസ് വേണം. എന്നിട്ട് നമ്മൾ ചുരിദാറിന് അടിക്കുന്ന പോലെ ഉൾഭാഗവും പുറം ഭാഗവും ഒരുപോലെ ആക്കി അടിക്കാൻ 4 ആക്കി മടക്കിയിട്ട് ഇതിൽ വേണം നമ്മൾ നെക്കിൻ്റെ ഭാഗം അടയാളപ്പെടുത്തിയിട്ട് ചെയ്യാനായിട്ട്. സാധാ രീതിയിൽ തന്നെ ഒരു 2.5 ഇഞ്ച് നീളം എടുക്കുക. ഈ ഒരു പീസിൻ്റെ നീളം 12 ഇഞ്ച് ആവണം കേട്ടോ നമ്മൾ എടുക്കേണ്ടത്. ഇത് 2.5 കഴുത്തിൻ്റെ ഭാഗം അടയാളപ്പെടുത്തുക. അടിഭാഗത്തേക്ക് ഒരു 5.5 6 വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ 5.5 ആവണം എടുക്കേണ്ടത്. അത് തയ്യൽ തുമ്പെല്ലാം പോകുമ്പോഴേക്ക് അത് 6 ആയിട്ട് മാറും. കഴുത്തകലം കൂടിയാൽ പിന്നെ ചേച്ചിമാർക്ക് കുഴപ്പമുണ്ടാവില്ല, ഇത്തമാർക്കാവുമ്പോൾ അത് പ്രോബ്ലമാണ്. ഒരു കെട്ടിയന്മാർ നമ്മളെ അടുത്തേക്ക് വടിവാളെടുത്ത് വരും. ജസ്റ്റ് ഇങ്ങനെ വരച്ചിടുക. അതിന് ശേഷം നമുക്കിതിൻ്റെ നീളം നമ്മളവിടെ വെട്ടിക്കളഞ്ഞത് 10 ആണ്. അപ്പോൾ ഒരു 12 എടുക്കണം. അങ്ങനെ ആകുമ്പോഴാണ് നമ്മൾ ഈ തയ്യൽ തുമ്പ് അടിഭാഗം ഒന്ന് മടക്കൊക്കെ ആകുമ്പോൾ അതിൻ്റെ ഉള്ളിൽ വരും. ഇല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലാതാവും. 11 ഇഞ്ച് അല്ലെങ്കിൽ ഒരു 12 ഇഞ്ച് എടുക്കുക. എന്നിട്ട് ഇവിടെ ഒരു 5.5-6 ഇഞ്ച് എടുക്കുക. അത് ഉൾഭാഗത്തേക്ക് മടക്കാനും കൂടി ഉള്ളത് കൂട്ടിയിട്ട് വേണം എടുക്കാൻ. 5.5 എടുക്കുക. 5 മതി, പക്ഷെ 5.5 എടുക്കുക തയ്യൽ തുമ്പും കൂട്ടിയിട്ട്. കഴുത്തിൻ്റെ ഭാഗം അതുപോലെ തന്നെ ഒരു 2.5-3 അത് മതി. ഒരുപാടായാലും കഷ്ണം ഓവറായാലും ഒരു ഭംഗി ഉണ്ടാവില്ല കാണാൻ. പക്ഷെ നമ്മളിതിന് ഷോൾഡർ കൈയിൻ്റെ ഭാഗം കൂടെ കൂട്ടിയിട്ട് 10 എടുക്കാനായിട്ട് ഷോൾഡർ 5 എടുത്തിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്ട്രാ പീസും കൂടെ വരണം.
അപ്പം എന്ത് ചെയ്യുക, ഇതൊരു 2.5 3 എടുക്കുക വീതി. ഇങ്ങനെ പ്ലീറ്റ് ആയിട്ട് എടുക്കുമ്പോൾ നമ്മൾ 2 പീസ് ആക്കണ്ട. അങ്ങനെ ഒരുപാട് സാധാ രീതിയിലുള്ള പ്ലീറ്റ് നൈറ്റി മനസ്സിലാക്കാത്തവർക്കും ഇത് ഈസി ആയിട്ട് ചെയ്യാം. ഇതിൻ്റെ കട്ടിങ് പോലെ തന്നെ ഇനി സ്റ്റിച്ചിങ് ഇതിലും സിമ്പിളാണ്. ഇനി സാധാ രീതിയിലുള്ള പ്ലീറ്റ് നൈറ്റിൻ്റെ വീഡിയോസ് 2-3 ദിവസം കൊണ്ട് അപ്ലോഡ് ചെയ്യാം കേട്ടോ. ഈ ഒരു രീതിയിൽ നിങ്ങളെല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഈസി ആവുന്നുള്ള കാര്യം 100% ഉറപ്പാണ്. ഇത് 2 പീസ് ഉണ്ടായിരിക്കണം കേട്ടോ. ഞാൻ വീഡിയോ എടുത്തിട്ട് അത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒന്നും കൂടി സ്ലോ ആക്കിയതാണ്. അതുകൊണ്ടാണ് ഇത്ര സ്ലോ ആയിട്ട് കാണുന്നത്, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. ഇത് വേണമെങ്കിൽ ഇങ്ങനെ ഡയറക്റ്റ് ചതുര മോഡലിലാക്കിയാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇനി ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ നാളെ ഇടാം. എല്ലാവരും മറക്കാതെ കാണണം. അതുപോലെ ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് അതിൻ്റെ റിസൾട്ട് ഫീഡ്ബാക്കായിട്ട് കമൻ്റായിട്ട് അറിയിക്കണം. ഇത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി ഇല്ലാത്തവർ കമൻറ്റിൽ വരിക, മനസ്സിലാക്കി പറഞ്ഞു തരാം. 2 കഷ്ണം ആവരുത്, ഇങ്ങനെ ഫില്ലായിട്ട് വരുന്ന രീതിയിൽ വേണം മടക്കി വെക്കാൻ പീസ്. അപ്പോൾ ഇനിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്. സബ് ചെയ്യാൻ മറന്നേക്കല്ലേ.